ജനനായകൻ സിനിമയുടെ റിലീസ് ഉറപ്പിച്ചു. അടുത്ത ദിലീപ് ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപനവും ടീസറും വരുന്നു. ആവേശം യൂണിവേഴ്സിൽ സൂര്യ 47. ഹൈ ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. നിവിൻ പോളി നായകനായി കഴിഞ്ഞയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ബേബി ഗേൾ എന്ന സിനിമയുടെ ആദ്യ 7 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 7 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 2,65,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 4,10,00,000 രൂപയുമാണ് ബേബി ഗേൾ ആദ്യ 7 ദിവസങ്ങൾ കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. 14 കോടി രൂപയോളം ബഡ്ജറ്റിൽ തയ്യാറായ ബേബി ഗേൾ തിയേറ്ററുകളിൽ ഡിസാസ്റ്റർ സ്റ്റാറ്റസ് ഉറപ്പിച്ചു കഴിഞ്ഞു. അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ് നായർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചത്ത പച്ച എന്ന സിനിമയുടെ ആദ്യ 8 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 8 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 14,33,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 30,72,00,000 രൂപയുമാണ് ചത്ത പച്ച സ്വന്തമാക്കിയിട്ടുള്ളത്. 12,50,00,000 രൂപയോളം ബഡ്ജറ്റുള്ള ചത്ത പച്ച തിയേറ്ററുകളിൽ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. പ്രദീപ് രംഗനാഥൻ, എസ് ജെ സൂര്യ, കൃതി ഷെട്ടി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത സിനിമയാണ് LIK. ഒരു റൊമാന്റിക് സയൻസ് ഫിക്ഷൻ ജോണറിൽ തയ്യാറാവുന്ന LIK വരുന്ന ഫെബ്രുവരി 12-ന് റിലീസിന് എത്തിക്കാൻ പ്ലാൻ ചെയ്യുന്നതായി ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏകദേശം 80 കോടി രൂപ ബഡ്ജറ്റ് കണക്കാക്കുന്ന LIK നിർമ്മിച്ചിരിക്കുന്നത് നയൻതാരയും 7 സ്ക്രീൻ സ്റ്റുഡിയോസിന് വേണ്ടി SS ലളിത് കുമാറും ചേർന്നാണ്. ബോളിവുഡിൽ നിന്നും കഴിഞ്ഞയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ബോർഡർ 2 എന്ന സിനിമയുടെ ആദ്യ 7 ദിവസത്തെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെ മാത്രം ഇന്ത്യയിൽ നിന്നും 14,70,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 16,75,00,000 രൂപയും സ്വന്തമാക്കിയ ബോർഡർ 2വിന്റെ 7 ദിവസത്തെ ടോട്ടൽ ഇന്ത്യ ഗ്രോസ് 268,39,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് 303,94,00,000 രൂപയുമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഫ്രെയിം ഏത് സിനിമയിലേതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ ആളുകളും കമന്റ് ചെയ്തതുപോലെ തന്നെ ലെവൽ ക്രോസ് എന്ന സിനിമയിലെ ഫ്രെയിമാണിത്. ഫോക്സി മോഡ്സ്, മിസ്റ്റർ അബി ഗെയിമിംഗ്, റയാൻ അഗസ്റ്റിൻ, നിഹാൽ സജാസ്, അക്ഷയ് ഷുബു തുടങ്ങിയവരാണ് ഉത്തരം ആദ്യം കമന്റായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിവിൻ പോളിയെ നായകനാക്കി അൽഫോൺസ് പുത്രൻ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നുണ്ടെന്ന് ഏറെ നാളുകളായി കേൾക്കുന്ന ഒരു വാർത്തയാണ്. ഇന്നിപ്പോൾ ഈ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രകാരം അൽഫോൺസ് പുത്രൻ തന്റെ സ്ഥിരം ഫോർമുലയിൽ നിന്നും മാറി ഒരു മോട്ടോക്രോസ് ഗെയിമിന്റെ പശ്ചാത്തലത്തിൽ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയായിട്ടാണ് ഈ ചിത്രം ഒരുക്കുന്നതെന്നും വരുന്ന ഫെബ്രുവരി മാസം അവസാനത്തോടെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് വർക്കുകൾ ആരംഭിക്കുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. കാത്തിരിക്കാൻ സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി. തമിഴിൽ നിന്നും ജീവനായകനായിട്ടെത്തിയ തലൈവർ തമ്പിത്തലമേൽ എന്ന ചിത്രത്തിന്റെ 14 ദിവസത്തെ ഡീറ്റെയിൽഡ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 14 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 1,18,00,000 രൂപയും തമിഴ്നാട്ടിൽ നിന്നും 30,76,00,000 രൂപയും കർണാടകയിൽ നിന്നും 1,93,00,000 രൂപയും സ്വന്തമാക്കിയ തലൈവർ തമ്പിത്തലമേൽ എന്ന ഈ ചിത്രത്തിന്റെ 14 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 37,47,00,000 രൂപയാണ്. 10 കോടി രൂപ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ഈ ചിത്രം തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റ് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ശിവകാർത്തികേയൻ നായകനായിട്ടെത്തിയ പരാശക്തി എന്ന ചിത്രത്തിന്റെ 19 ദിവസത്തെ ഡീറ്റെയിൽഡ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 19 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 1,36,00,000 രൂപയും തമിഴ്നാട്ടിൽ നിന്നും 56,28,00,000 രൂപയും കർണാടകയിൽ നിന്നും 4,75,00,000 രൂപയും ഓവർസീസിൽ നിന്നും 22,80,00,000 രൂപയും സ്വന്തമാക്കിയ പരാശക്തിയുടെ 19 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 85,89,00,000 രൂപയാണ്. 150 കോടി രൂപ ബഡ്ജറ്റിലെത്തിയ ഈ സിനിമയിൽ നിന്നും വെറും 38,50,00,000 രൂപ മാത്രമാണ് പ്രൊഡ്യൂസർക്ക് ഷെയറായി ലഭിച്ചിട്ടുള്ളത്. SS രാജമൗലിയുടെ സംവിധാനത്തിൽ മഹേഷ് ബാബു, പൃഥ്വിരാജ് സുകുമാരൻ, പ്രിയങ്ക ചോപ്ര എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന വാരണാസി എന്ന ചിത്രത്തിന്റെ 2 പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ അപ്ഡേറ്റ്, നിലവിൽ ഹൈദരാബാദിൽ വെച്ച് വാരണാസി എന്ന ചിത്രത്തിന്റെ ഇന്റർവൽ പോർഷന്റെ ഒരു ആക്ഷൻ സീക്വൻസിന്റെ ഷൂട്ടാണ് സിനിമയുടേതായി നടക്കുന്നതെന്നും ഈ ഒരു ഇന്റർവൽ പോർഷൻ ചിത്രീകരിക്കാൻ മാത്രം മൂവി ടീം 180 കോടി രൂപയോളം ബഡ്ജറ്റായി മുടക്കുന്നുണ്ടെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. 1000 കോടി രൂപയോളം ബഡ്ജറ്റിൽ തയ്യാറാവുന്ന വാരണാസി ഒരു വമ്പൻ ക്യാൻവാസിലാണ് ഒരുങ്ങുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഇനി അടുത്ത അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ വാരണാസി എന്ന ചിത്രം 2027 ഏപ്രിൽ മാസം 7-ാം തീയതി റിലീസിനെത്തിക്കാനായി മൂവി ടീം പ്ലാൻ ചെയ്യുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ബിബിൻ ജോർജ്, ചന്തുനാഥ്, ഷൈം ടോം ചോക്കോ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഉബൈനി സംവിധാനം ചെയ്ത ശുക്രൻ എന്ന സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു ടീസർ കണ്ടിട്ട് ഒരു റൊമാന്റിക് കോമഡി എന്റർടൈൻമെന്റ് സിനിമയായിട്ടാണ് ശുക്രൻ ഒരുങ്ങിയിട്ടുള്ളതെന്ന് തോന്നുന്നു. എനിക്ക് ഈ ഒരു ടീസർ കണ്ടിട്ട് അത്ര വലിയ ഇമ്പാക്ട് ഒന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും കാത്തിരിക്കാം ശുക്രന്റെ റിലീസ് തീയതി പ്രഖ്യാപനത്തിനായി. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെയും ഉലകനായകൻ കമലഹാസനെയും നായകനാക്കി റെഡ് ജെയിൻ മൂവീസ് ഒരു സിനിമ ഒരുക്കുന്നു എന്ന് ഏറെ നാളായി കേൾക്കുന്ന ഒരു വാർത്തയാണ്. ആദ്യം പുറത്തു വന്ന അപ്ഡേറ്റുകൾ പ്രകാരം ലോകേഷ് കനകരാജ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്യാനിരുന്നത്. എന്നാൽ പിന്നീട് ലോകേഷ് ഈ സിനിമയിൽ നിന്നും പിന്മാറിയെന്ന് ലോകേഷ് തന്നെ പറയുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം നെൽസൺ ദിലീപ് കുമാർ ഈ സിനിമയുടെ സംവിധായകനായിട്ടെത്താൻ സാധ്യതയുണ്ട്. നിലവിൽ ചിത്രീകരണം നടന്നുവരുന്ന ജയിലർ 2 എന്ന സിനിമയുടെ വർക്കുകൾ പൂർത്തിയാക്കിയ ശേഷം ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ പുറത്തുവരും.
സൂര്യയെ നായകനാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സൂര്യ 47. സൂര്യയ്ക്കൊപ്പം നസ്രിയ, നസ്ലിൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രത്തിൽ സൂര്യ ഒരു ക്രൈസി പോലീസ് ഓഫീസറുടെ വേഷത്തിലാവും എത്തുകയെന്ന് വാർത്തകളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രകാരം സജിൻ ഗോപുവും സൂര്യ 47-ൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ടെന്നും ഫഹദ് ഫാസിലിന്റെ ആവേശം സിനിമയിലെ അംബാൻ എന്ന കഥാപാത്രമായിട്ടാണ് സജിൻ ഗോപു സൂര്യ 47-ൽ എത്തുന്നതെന്നും റൂമറുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ ഭാഗത്തു നിന്നും വരാനിരിക്കുന്ന ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് 2025-ൽ മലയാളത്തിൽ നിന്നും പുറത്തുവന്ന ഒരു സിനിമയിലെ ഫ്രെയിമാണ്. ഇത് ഏത് സിനിമയെന്ന് അറിയാവുന്നവർ ഉത്തരം കമന്റ് ചെയ്യുക. കൃത്യമായ ഉത്തരം കമന്റ് ചെയ്യുന്ന 5 പേരെ അടുത്ത വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. പ്രഭാസിനെ നായകനാക്കി സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്തു വരുന്ന ഒരു പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയാണ് സ്പിരിറ്റ്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 2025 നവംബർ മാസം 27-ന് ഹൈദരാബാദിൽ വെച്ചാണ് സിനിമയുടെ ചിത്രീകരണം ഔദ്യോഗികമായി ആരംഭിച്ചിട്ടുള്ളത്. തുടർന്ന് ഡിസംബറിൽ തുടങ്ങിയ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വരുന്ന ജനുവരി 31, അതായത് നാളെ മുസൂറിയിൽ വെച്ച് 2ാം ഘട്ട ചിത്രീകരണത്തിന് തുടക്കമാവും. മുസൂറിയിലെ ഷൂട്ടിൽ പ്രഭാസ് പങ്കെടുക്കുന്നില്ല. അവിടുത്തെ ചിത്രീകരണം പൂർത്തിയാക്കിയ ശേഷം ആരംഭിക്കാനിരിക്കുന്ന 95 ദിവസത്തെ ലോങ് ഷൂട്ടോടുകൂടി സ്പിരിറ്റിന്റെ ടോട്ടൽ ചിത്രീകരണം പൂർത്തിയാകും. തുടർന്ന് വരുന്ന 2027 മാർച്ച് 5-ാം തീയതി പാൻ ഇന്ത്യൻ റിലീസായി സ്പിരിറ്റ് തിയേറ്ററുകളിലേക്ക് എത്തുകയും ചെയ്യും. പ്രഭാസിനൊപ്പം തൃപ്തി ദിമ്രി, വിവേക് ഒബ്രോയ്, പ്രകാശ് രാജ്, കാഞ്ചന, ഡോൺലി തുടങ്ങിയവരാണ് സ്പിരിറ്റിൽ പ്രധാന വേഷങ്ങളിലെത്തുക. ദളപതി വിജയ് നായകനാവുന്ന ജനനായകൻ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്തെന്നാൽ നിലവിൽ വരുന്ന ഫെബ്രുവരി മാസം ആദ്യം തന്നെ സെൻസർ ബോർഡിൽ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. അത് ലഭിക്കുകയാണെങ്കിൽ വരുന്ന ഫെബ്രുവരി മാസം 12-ാം തീയതിയോ 13-ാം തീയതിയോ ചിത്രം റിലീസിനെത്തിക്കും. അഥവാ ഇനി ഫെബ്രുവരി 2ാം പകുതിയിലാണ് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതെങ്കിൽ അതേ മാസം 27-ാം തീയതിയാവും ജനനായകൻ റിലീസിനെത്തുക. പക്ഷെ ഫെബ്രുവരി കഴിഞ്ഞിട്ട് ജനനായകൻ റിലീസിനെത്തിക്കാനുള്ള പ്ലാനുകൾ ഒന്നും തന്നെ മൂവി ടീം നോക്കുന്നില്ല. കാരണം വരുന്ന മാർച്ച് 19-ന് KVN തന്നെ നിർമ്മിക്കുന്ന ടോക്സിക് റിലീസിനെത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇലക്ഷൻ പ്രഖ്യാപനവും വരുന്നതിനാൽ ഫെബ്രുവരി മാസം ജനനായകൻ റിലീസിന് എത്തിയില്ലെങ്കിൽ പിന്നെ വരുന്ന മെയ് മാസമോ ജൂൺ മാസമോ ആവും ഈ ദളപതി വിജയ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക. അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുവാൻ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. RDX എന്ന സിനിമയ്ക്ക് ശേഷം ദുൽഖർ സൽമാനെ നായകനാക്കി നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഐ ആം ഗെയിം. ചിത്രത്തിലെ ദുൽഖറിന്റെ ക്യാരക്ടറിനെ പറ്റി ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ ദുൽഖർ വളരെ മോഡേൺ ആയ കൂൾ ലുക്കിലുള്ള ഒരു ഗാങ്സ്റ്ററുടെ വേഷത്തിലാണ് എത്തുന്നതെന്നും ക്രിക്കറ്റിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഹൈ എനർജി മാസ് എന്റർടൈനർ ആയിട്ടാണ് ഐ ആം ഗെയിം ഒരുങ്ങുന്നതെന്നും പറയപ്പെടുന്നു. ആക്ഷൻ രംഗങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഈ ചിത്രത്തിന് ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്യുന്നത് അൻബറു മാസ്റ്റർ ആണ്. ദുൽഖറിനൊപ്പം ആന്റണി വർഗീസ്, മിഷ്കിൻ, കദിർ, കയാദു ലോഹർ, സംയുക്ത വിശ്വനാഥ് തുടങ്ങിയവരാണ് ഐ ആം ഗെയിമിൽ പ്രധാന വേഷങ്ങളിലെത്തുക. വരുന്ന ഓഗസ്റ്റ് മാസം 20-ാം തീയതി ഓണം റിലീസായി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. കെട്ടിയോൾ ആനന്ദ്, മാലാഗ, റോഷാക്ക് എന്നീ സിനിമകൾക്ക് ശേഷം പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി നിസാം ബഷീർ സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഐ നോബഡി. ഇന്നിപ്പോൾ ഈ സിനിമയുടെ തീമിനെ പറ്റി ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മലയാളം സിനിമയിൽ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു മോഷ്ടാവിന്റെ കഥയാണ് ഐ നോബഡിയിൽ പറയുന്നതെന്നും പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രം വളരെ വ്യത്യസ്തമായ ഒരു ലുക്കിലാവും ഈ സിനിമയിൽ എത്തുന്നതെന്നും പറയപ്പെടുന്നു. പൃഥ്വിരാജിനൊപ്പം പാർവതി തിരുവോത്തും പ്രധാന വേഷത്തിലെത്തുന്ന ഐ നോബഡി നിർമ്മിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന് വേണ്ടി സുപ്രിയ മേനോനാണ്. ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ജഗൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് D152. ഏകദേശം 60 ദിവസത്തെ ചിത്രീകരണത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം ഈ സിനിമയുടെ ഷൂട്ട് പായ്ക്കപ്പായിരുന്നു. ഒരു സസ്പെൻസ് നിറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായി തയ്യാറാവുന്ന D152-ൽ 2 വ്യത്യസ്ത ലുക്കുകളിൽ ദിലീപ് എത്തുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപനം ഒരു ടീസർ മുഖേന വരുന്ന ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ പുറത്തു വരുമെന്നും അപ്ഡേറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. ദിലീപിനൊപ്പം വീണ നന്ദകുമാർ, സിദ്ദിഖ്, ബിനു പപ്പു, ഷാജോൺ, ഹരിശ്രീ അശോകൻ തുടങ്ങിയവരാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുക.